കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനൊക്കെ. അവരത് അന്വേഷിച്ചുകൊണ്ട് വരികയാണ്. പറഞ്ഞ മരിച്ചുപോയ ആളുകളെ കാണിച്ചു കൊടുക്കുക, പീരീഡ്സിന്റെ പെയിൻ കാണിച്ചു കൊടുക്കുക, ന്യൂഡിറ്റി കാണിച്ചു കൊടുക്കുക. എനിക്കറിയാം ഇപ്പം എന്നോടുള്ള വെറുപ്പ് കൊണ്ടാണെങ്കിലും ഇതിനെന്ത് തേങ്ങ അടുത്ത പറയാൻ പോകുന്നുള്ളൊരു രീതിയിലെങ്കിലും ഹൈ മെൻ്റലിസ്റ്റ് അനന്തു ഹിയർ. മാവേലി പിന്നെയും വന്നു എന്നുള്ള ചോദ്യം ചോദിക്കരുത്. കുറേ നാളായി യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അതിലേക്കൊക്കെ വരാം. അതിന് മുമ്പ് ആദ്യം നമ്മൾ പ്രധാനമായിട്ടുള്ള കോണ്ടന്റിലേക്ക് പോവാം. നിങ്ങൾക്ക് അറിയാമെന്നുള്ളൊരു കാര്യമാണ്, നമ്മുടെ ചാനൽ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക, അത് ചെയ്തു ചെയ്യുന്നൊന്നും അങ്ങനെ പറയാറില്ല. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറയും, ഫസ്റ്റായിട്ട് ഈ വീഡിയോ അവസാനം വരെ കാണണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലുള്ള എലമെൻറ്റ്സ് അത്രയും കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ സ്കിപ്പ് ചെയ്യരുത്, ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണും. കാരണം ഈ ഇഷ്യൂസ് ഒന്നും അറിയാത്ത ആൾക്കാർ എന്താ രാമേന്ദ്ര പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ്ലി ഈ ഇഷ്യൂ ഒന്ന് അഡ്രസ്സ് ചെയ്യാം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ നാട്ടിൽ ഈ ഹിപ്നോസിസ് റിലേറ്റഡ് വീഡിയോസ് ഇപ്പോൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഈ മരിച്ചുപോയ ആൾക്കാരെ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ന്യൂഡിറ്റി കാണിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇത് ആൾക്കാരിൽ സൈക്കോളജിക്കൽ ട്രോമാസ് ഉണ്ടാക്കും എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ ആ വീഡിയോയിൽ എന്ത് പറഞ്ഞു എന്നതിനെക്കാട്ടിലും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഞാനതെങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. ഒരു അഹങ്കാരത്തിൻ്റെ ധ്വനിയിൽ ഞാനാണ് ഏറ്റവും വലുത് എന്നുള്ള രീതിയിൽ, ഞാനാണ് ഇവിടെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ ആളെന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. അതും അറിയാതെ പറഞ്ഞൊന്നുമില്ല, പർപ്പസ്ഫുള്ളി തന്നെ പറഞ്ഞതാണ്. ഈ ഇൻ്റർവ്യൂവിന് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പക്ക എഴുതി ഉണ്ടാക്കിയെടുത്തൊരു പ്ലാൻ പ്രകാരം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സാണത്. അതെന്തുകൊണ്ടാണ് എന്തിനാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ഒരു 4-5 മാസം മുമ്പ് ഡിസംബർ 2 ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളിൽ ചിലരെങ്കിലും ആ പോസ്റ്റ് കണ്ടിട്ടുണ്ടാവും. അതായത് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ആർക്കും ഹാർംഫുൾ അല്ലാത്ത രീതിയിൽ ഒരു പെർഫോമറെയോ ഒരാളിനെയോ എടുത്തു പറയാത്ത രീതിയിൽ ഞാൻ വളരെ സൗമ്യമായിട്ട് ഒരു അവയർനെസ് മെസ്സേജായിട്ട് ഇട്ടൊരു പോസ്റ്റാണ്. കാണാൻ പറ്റും, താഴെ കാണിക്കാം കേട്ടോ. മെൻ്റൽ ഹെൽത്ത് ഫസ്റ്റ്, എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ഇൻ മെൻ്റലിസം ആൻഡ് ഹിപ്നോസിസ് എന്നുള്ളൊരു ടൈറ്റിൽ ചെയ്തതാണ്. ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പ്രധാനമായിട്ടുള്ള പോയിൻറ്റ്സ് ഞാനൊന്ന് അത് മാത്രം ഒന്ന് വായിക്കാം. ഈയിടെയായിട്ട് വ്യക്തികളെ ഒരു ട്രാൻസ് അവസ്ഥയിലേക്ക് നയിക്കുകയും മരണമടഞ്ഞ പ്രിയപ്പെട്ടവരുമായി കാണാനും ആശയവിനിമയം നടത്താനും പ്രോത്സാഹിപ്പിക്കുന്ന ഇഫക്റ്റുകൾ വർദ്ധിച്ചു വരുന്ന പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. തുടക്കത്തിൽ ഇതുവരെ സഹായിക്കുന്നതായി തോന്നുമെങ്കിലും പിന്നീട് ഇത് വളരെ ദോഷകരവും ആഘാതകരവുമായി മാറിയേക്കാം, പ്രത്യേകിച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾക്ക്. അത്തരം അനുഭവങ്ങൾ വൈകാരിക ബുദ്ധിമുട്ടിനും ആഘാതത്തിനും കാരണമാകും. മാത്രമല്ല അത്തരം തീവ്രമായ വൈകാരിക അനുഭവങ്ങൾക്ക് തയ്യാറാകാത്തവർക്ക് മാനസിക അസ്വസ്ഥതകളിലേക്ക് നയിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇത് ആ ഒരു കോണ്ടന്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. മെൻ്റലിസത്തിൻ്റെയും ഹിപ്നോസിസിൻ്റെയും പരിശീലകർ എന്ന നിലയിൽ പ്രേക്ഷകരുടെ വൈകാരിക സുരക്ഷയും മാനസികാരോഗ്യത്തിനും മുൻഗണന നൽകണം. ഏതെങ്കിലും തരത്തിലുള്ള ഹിപ്നോട്ടിക് അല്ലെങ്കിൽ നിർദ്ദേശിത പ്രകടനത്തിൽ ഏർപ്പെടാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പങ്കാളികളാകുന്നവരിൽ ഉണ്ടാക്കുന്ന ആഘാതത്തെക്കുറിച്ച് നിങ്ങൾ ഓർമ്മിക്കുകയും അവരെ ഏതെങ്കിലും വിധത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ പോസ്റ്റ് ചെയ്ത സമയത്ത് ഇതിന് താഴെ കമൻറ്റിൽ ഒരുപാട് ഹിപ്നോസിസ് പെർഫോമേഴ്സും മെൻ്റലിസ്റ്റുകളൊക്കെ സപ്പോർട്ടുകൾ അറിയിച്ചിട്ടുള്ള കമൻറ്റ്സ് ഇട്ടിരുന്നു. അപ്പോൾ ആദ്യം ഇത് കണ്ട സമയത്ത് ഞാൻ പേഴ്സണലി വിചാരിച്ചു, ഓക്കെ, ആർക്കും ഉപദ്രവമൊന്നും ഇല്ലാത്ത രീതിയിൽ കാര്യം പറയാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഇനിയിപ്പം മാറ്റം വരുമായിരിക്കും എന്നുള്ളൊരു ഹോപ്പിലാണ് ഞാനത് ഇടുന്നത്. കാര്യം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇന്ന് കേരളത്തിൽ പോപ്പുലറായിട്ട് ചെയ്യുന്ന വ്യക്തികൾ ഉൾപ്പെടെ എന്നോട് സപ്പോർട്ട് അറിയിച്ചുകൊണ്ട് ഓക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പക്ഷേ ഈ പോസ്റ്റ് ഷെയർ ചെയ്ത് കുറച്ച് ദിവസത്തിന് ശേഷം ഒരാൾ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അയാൾ ഇതുപോലെ ഹിപ്നോട്ടിസം പെർഫോമൻസിന് വിധേയനായിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ഇതുപോലെ കുറച്ച് ട്രോമാസ് ഉണ്ട്. അതായത് ഈ ആളുടെ മരിച്ച ഒരാളിനെ കണ്ടു, പക്ഷെ ആൾക്ക് ഇപ്പോൾ വീണ്ടും അയാളെ ഇങ്ങനെ സ്വപ്നത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. വലിയ സിവിയർ കേസല്ല, ലൈറ്റായിട്ട് അയാളൊരു പ്രശ്നം പോലെ പറഞ്ഞാണ്. എനിക്ക് പിന്നെയും ആ ഒരു തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, പിന്നെ കാണാനുള്ള ടെൻഡൻസി കൂടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട സമയത്ത് കുറച്ച് വിഷമമുണ്ടാക്കി. നമ്മുടെ ഇൻഡസ്ട്രി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി എല്ലാവരുടെയും മെൻ്റൽ ഹെൽത്തും ഹാപ്പിനെസ്സുമാണ്. പക്ഷേ നേരെ മറിച്ച് ഒരാളുടെ മെൻ്റൽ ഹെൽത്ത് നശിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. എന്നിട്ടും ഈ പറഞ്ഞ പോലെ എനിക്ക് പേഴ്സണലി ഒരാളെയും ഹേർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരാളെയും അങ്ങനെ ഭയങ്കര മോശമായിട്ട് പറയുന്നതൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അങ്ങനെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവും. എന്നിട്ട് ഞാൻ ഒന്ന് ഹോൾഡ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഷോസിൽ പബ്ലിക് ഷോസിൽ ഈ ഹിപ്നോസിസ് പെർഫോമേഴ്സും അല്ലെങ്കിൽ മെൻ്റലിസ്റ്റുകളും ഒക്കെ നമ്മുടെ ഷോസ് ഇഷ്ടപ്പെട്ട് കാണാൻ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അവരുടെ ഒരു ധാരണയിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ പല പെർഫോമൻസിൻ്റെ ഇടയിലും ഞാൻ ഈ ടോപ്പിക്ക് പറയും. ആർക്കും ഹാർംഫുൾ അല്ലാത്ത രീതിയിൽ ഈ ഒരു അവയർനെസ് ഷെയർ ചെയ്തുകൊണ്ട് പറയും. അങ്ങനെ അതൊരു സൈഡിൽ ഞാൻ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇതങ്ങ് കടന്നുപോയി. ഏകദേശം ഒരു ഡിസംബർ 2 ഇട്ട പോസ്റ്റാണ്. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഇതിപ്പം മെയ് ആവാൻ പോകുന്നു. ഇപ്പോഴും സ്റ്റിൽ ഈ പറഞ്ഞ പോലെ ഈ ഇഷ്യൂ ഭയങ്കര വലിയ ഗൗരവപരമായിട്ടുള്ള പ്രശ്നമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മളെ അറിയാമല്ലോ, നമ്മൾ വിജയണ്ണൻ്റെ ഭയങ്കര ഒരു ആരാധകനാണ്. അപ്പം സർക്കാർ സിനിമയിലെ ഒരു സീന് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടു. ഇനി വേറെ വഴിയില്ല എന്ന് മനസ്സിലായിട്ട് ഞാനൊരു ഒറ്റ കൈ പ്രയോഗം നടത്തി.
அது சொல்றதுக்கு ஒரு விதம் இருக்குல்ல, இவ்வளவு திமிராவா சொல்வீங்க? என்ன பண்றது, நம்ம ஊர்ல பாதி பேருக்கு அறிவே இல்லை. சாரி உட்காருங்க. சாரி, மன்னிச்சிருக்கேன். நம்ம ஊர்ல பாதி பேர் புத்திசாலி. பாத்தீங்களா, நான் ஏற்கனவே சொன்னதுதான் மறுபடியும் சொன்னேன். ஒரே விஷயத்த നെഗറ്റീവാ சொல்லும் போதுதான் அதுக்கு റിയാക്ഷൻ വേഗമാ இருக்கும். അങ്ങനെ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, വലിയൊരു അഹങ്കാരിയുടെ സ്വരത്തിൽ. ഞാനാണ് ഇവിടെ ഇതെല്ലാം കൊണ്ടുവന്നത്, ഞാനാണ് ഇതിവിടെ എല്ലാം ചെയ്തത് എന്നുള്ള രീതിയിൽ ഞാൻ കുറേ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു. മറ്റേ പോയിന്റ്സും പറയുന്നുണ്ട്, മെൻ്റലിസം ലൈക്ക് ഹിപ്നോസിസിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്കറിയാം അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ട്രിഗർ ആവില്ല. ഇവർക്ക് ഇമോഷണലി ട്രിഗർ ആവണമെന്നുണ്ടെങ്കിൽ ഞാനാണ് ഏറ്റവും വലിയ ആളാണെന്നുള്ളൊരു സാധനം. ഇപ്പോൾ പർപ്പസ്ഫുള്ളി അങ്ങനെ ഒരു അറ്റകൈ പ്രയോഗം എനിക്ക് അവസാനമായിട്ട് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ ഈ സബ്ജക്റ്റ് ആർക്കാണോ എത്തിക്കണം എന്ന് വിചാരിച്ചത്, ആ ആൾക്കാർ ഇന്ന് ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അവരോടൊക്കെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ച് നേരത്തേക്ക് വാശിയും ഈഗോയും എന്നോടുള്ള ദേഷ്യവും എല്ലാം മാറ്റി വെച്ച്, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നോട് ദേഷ്യപ്പെടണമെങ്കിൽ ദേഷ്യപ്പെടാം, എന്നെ തെറി വിളിക്കണമെങ്കിൽ തെറി വിളിക്കാൻ, എന്തോണം ചെയ്യാം. പക്ഷേ കുറച്ച് നേരം നിങ്ങൾ ഒന്ന് സമാധാനത്തോടെ ഒന്ന് ക്ഷമയോടെ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണണം. സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ഹിപ്നോസിസ് പെർഫോമേഴ്സും മെൻ്റലിസ്റ്റുകളൊക്കെ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മളെ വീഡിയോസിനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്യുന്ന, ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും എന്നെ സ്നേഹിക്കുന്ന നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഇപ്പോൾ ഒരുപാട് ലൈക്ക് പെർഫോമേഴ്സ് പുതിയ ആൾക്കാർ ഒരുപാടുണ്ട്. നിങ്ങളുടെ കമ്മ്യൂണിറ്റി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും വലിയൊരു ഓഡിയൻസ് നിങ്ങളുടെ ലൈക്ക് വലിയൊരു കൗണ്ട് ഓഫ് പീപ്പിൾ നിങ്ങളുടെ അടുത്തുണ്ട്. അത്രയും വലിയൊരു ആൾക്കാരെ ഒറ്റയടിക്ക് നമ്മളെ ഒരു പ്രശ്നമില്ല, എൻ്റെ അടുത്ത് എല്ലാവർക്കും സ്നേഹമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല, എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ അത്രയും നല്ല രീതിയിൽ എന്നെ സ്നേഹിക്കുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരെ മൊത്തത്തിൽ എന്നെ വെറുക്കുന്ന രീതിയിൽ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടല്ല. ഇതിലൂടെ മാത്രമേ നിങ്ങളുടെയൊക്കെ അറ്റൻഷൻ എനിക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കൊണ്ടുവരാൻ വഴിയുള്ളൂ. അല്ലാതെ ഞാൻ വെറുതെ വന്നിരുന്ന് അവയർനെസ് ആണ്, നിങ്ങൾ കാണണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ കൈയടിച്ചിട്ട് പോകുന്നല്ലാതെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇവിടെ വരാൻ പോകുന്നില്ല. എനിക്കറിയാം ഇപ്പം എന്നോടുള്ള വെറുപ്പ് കൊണ്ടാണെങ്കിലും ഇതിനെന്ത് തേങ്ങ അടുത്ത പറയാൻ പോകുന്നത് എന്നുള്ളൊരു രീതിയിലെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് മുമ്പിലുണ്ടാവും. അതുപോലെ നിങ്ങൾ ഈ ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സസിലൊക്കെ ചേരുന്നതിനും ഇത്രയും മുമ്പ് മുതൽ നിങ്ങളെന്നെ കാണുന്നത്. അപ്പം നിങ്ങളൊക്കെ തന്ന സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വരെ എത്തിയതും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ. പക്ഷേ ആശയപരമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം പങ്കുവച്ചേ പറ്റുള്ളൂ. കാരണം നിങ്ങൾ പോലെ അറിയാം, നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പെർഫോമൻസിനോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ മെൻറ്റേഴ്സ് എല്ലാവരും പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഗൈഡ് ലൈൻസും കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങൾ ചെയ്യിക്കുന്നു. ഓക്കെ, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് പോലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ഇടയിൽ ചിലരെങ്കിലും ഇത് കൃത്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അതെല്ലാം അറിയുന്നുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ അത്രയും ഗൗരവത്തോടെ തന്നെ കേൾക്കണം. ഇപ്പോൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലോ എവിടെയെങ്കിലും നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇതുപോലെ ഒരുപാട് മെൻ്റലിസം ഹിപ്നോസിസ് റിലേറ്റഡ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൽ പതിയെ നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ജനിക്കുന്നു. അപ്പോൾ നിങ്ങളൊരു സാധാരണ ആളാണ്, നിങ്ങൾ ഹിപ്നോട്ടിസ്റ്റോ മെൻ്റലിസ്റ്റോ ഒന്നുമല്ല. അങ്ങനെ ഒരു മൊമെൻറ്റിൽ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ ഒരു സ്പോൺസേർഡ് അഡ്വർടൈസ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു പോസ്റ്ററോ എന്തെങ്കിലും കാണുന്നു. ഹിപ്നോട്ടിസം പഠിക്കാം, അല്ലെങ്കിൽ മരിച്ചുപോയ ആൾക്കാരെ കൺമുന്നിൽ കൊണ്ടുവരുന്നത് പഠിക്കാം, അല്ലെങ്കിൽ മെൻ്റലിസം പഠിക്കാം, മറ്റുള്ളവരുടെ മനസ്സ് നിയന്ത്രിക്കുന്നത് പഠിക്കാം, മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ ഇപ്പോൾ ഒരുപാടുണ്ട് ഇവിടെ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവണം, നിങ്ങൾ വിളിച്ചിട്ടുണ്ടാവണം, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവണം. ഞാനൊരു കഥ പോലെ പറഞ്ഞുതരാം. മറ്റേ മണിച്ചിത്രത്താഴിൽ ഗംഗയുടെ ട്രാൻസ്ഫോർമേഷൻ ലാലേട്ടൻ പറയുന്ന പോലെ അവിടെ നിങ്ങളെ കാത്തിരുന്നത്, നിങ്ങൾ ജോയിൻ ചെയ്ത പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങളെ കാത്തിരുന്നത് നിങ്ങൾക്ക് അത്ര സുപരിചിതമല്ലാത്ത, എന്നാൽ നിങ്ങൾ ഇതുപോലെ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ കണ്ടിരുന്ന ഒരു മെൻറ്ററെ ആവാം. അദ്ദേഹത്തിൻ്റെ അടുത്ത് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് ചെറിയ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടാവാം. തുടക്കത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചില എക്സസൈസുകൾ അല്ലെങ്കിൽ ചില ഫിസിയോളജിക്കലായിട്ടുള്ള എഫക്റ്റുകൾ, നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് ഈ ഫിംഗേഴ്സ് ഇങ്ങനെ ക്രോസ് ആവുന്നതും ഹാൻഡ്സ് ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടാവാം. കൈൻഡ് ഓഫ് പലരും പല രീതിയിലാണ് പഠിപ്പിക്കുന്നത്. ഒരു പോയിന്റിൽ വെച്ചിട്ട് ഈ പറയുന്ന മെൻറ്റർ നിങ്ങളുടെ ഗോഡ് ഫാദറായി മാറുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിഷയത്തിലുള്ള അസാമാന്യമായിട്ടുള്ള ജ്ഞാനം നിങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള കുറേ സൈക്കോളജിക്കൽ ടേംസ് അല്ലെങ്കിൽ കുറേ സയൻറ്റിഫിക് എവിഡൻസസ് ഒക്കെ വെച്ചിട്ടുള്ള കുറേ കഥകൾ, കുറേ കാര്യങ്ങൾ അദ്ദേഹം നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞുള്ള അഡ്വർടൈസ്മെൻറ്റ് കോഴ്സസിൽ ഹിപ്നോസിസ് എടുത്ത ആൾക്കാരോടാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും ആ കോഴ്സിൽ നിങ്ങൾ ഈ മരിച്ചുപോയ ആൾക്കാരെ കാണിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ആൾക്കാരെ ട്രാൻസിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നു. അതെങ്ങനെയാണ് സയൻറ്റിഫിക്കലി എത്തിക്കാം എന്നുള്ളതിൻ്റെ കുറേ എവിഡൻസസ് അല്ലെങ്കിൽ കുറേ തിയറീസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ട്രാൻസിലേക്ക് എത്തിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ അവരുടെ ഫിസിയോളജിക്കലി നമ്മൾ അവരെ എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അവർ പറഞ്ഞു തരും. ഇതിൻ്റെ കോഴ്സസൊക്കെ എനിക്ക് 1-2 വീഡിയോസൊക്കെ എനിക്ക് എടുത്ത് ഷൂട്ട് ചെയ്ത് അയച്ചു തന്നായിരുന്നു. അതൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പലരും എയറിലാവുന്ന കുറേ വിഷ്വൽസാണ്. സയൻറ്റിഫിക്കലി പക്ക ബ്ലണ്ടേഴ്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്.
ആരും പേഴ്സണലി ദ്രോഹിക്കാനുള്ള ഒരു ഇൻറ്റൻഷനും ഇല്ലാത്തതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. എന്നിട്ട് ഈ പറഞ്ഞ പോലെ പതിയെ നിങ്ങൾ ഹിപ്നോസിസ് പെർഫോമൻസുകൾ ചെയ്യാൻ തുടങ്ങി. ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ആൾക്കാരെ ട്രാൻസിലേക്ക് എത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആദ്യ ഘട്ടത്തിൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ തന്നെ കൂടെ വരുന്ന ആരെങ്കിലും അല്ലെങ്കിൽ പ്രീ പ്ലാൻ ചെയ്ത് ഇത് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വമേധയാ അത് ചെയ്യുന്നു. എന്നിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റുള്ള ആൾക്കാർ, ചുറ്റും നിൽക്കുന്ന ബാക്കിയുള്ള ആൾക്കാരെ വിശ്വസിപ്പിക്കുന്നു, ലൈക്ക് ഇത് ശരിക്കും നിങ്ങൾ ട്രാൻസിലോട്ട് കൊണ്ടുവന്നതാണെന്നുള്ളത്. ഇതിപ്പോൾ പറയുമ്പോഴാണ് പ്രശ്നം, ബ്രോ നിങ്ങൾ ഹിപ്നോസിസിനെ കുറിച്ച് അറിയാതെയാണ് സംസാരിക്കുന്നത്, നിങ്ങൾക്ക് ട്രാൻസ് എന്താണെന്ന് അറിയാമോ, ഇതൊക്കെ ഇപ്പോൾ ചോദ്യങ്ങൾ വരും. വെയിറ്റ്, ഒന്ന് പറഞ്ഞ് തീർത്തോട്ടെ. ചില ആൾക്കാർ, ഞാൻ പറയുന്നു എല്ലാവരെയും അല്ല, ചില ആൾക്കാർ ഇതുപോലെ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. ഞാൻ ആ വീഡിയോയിൽ അങ്ങനെ തന്നെ പറഞ്ഞുള്ളത്. ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഒരു വലിയ വിഭാഗം ആൾക്കാർ ഈ പറഞ്ഞ പോലെ പ്രീ പ്ലാൻ ചെയ്ത് ചെയ്യുന്നു എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ എല്ലാവരും ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് കുറച്ച് ആദ്യമേ കുറച്ച് കോൺഫിഡൻസ് കുറവുള്ള, നിങ്ങളിൽ തന്നെ കുറച്ച് കോൺഫിഡൻസ് കുറവുള്ള ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഈ ആൾക്കാരെ വെച്ച് ചെയ്തിട്ട് ബാക്കിയുള്ള ആൾക്കാരിൽ ഒരു വിശ്വാസം ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് പതിയെ അവരിലുള്ള ആൾക്കാരെയും കൂടെ പുറത്ത് ശരിക്കുള്ള പബ്ലിക് ഓഡിയൻസിനെയും വിളിക്കുന്നു. നിങ്ങൾ ജെന്യൂനായിട്ട് അവരെ ട്രൈ ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ പോലും ആശ്ചര്യപ്പെട്ടു പോകുന്ന രീതിയിൽ പല ആൾക്കാരും ട്രാൻസ് ലെവലിലേക്ക് എത്തുന്നു. നിങ്ങൾ ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു മൊമെൻറ്റ്. നിങ്ങൾ ഇത്രയും നാൾ ജീവിച്ച ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരാളെ ട്രാൻസിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നൊന്നും നിങ്ങൾ വിചാരിച്ചു കാണില്ല. അത്രമാത്രം നിങ്ങൾ മറ്റൊരു മനുഷ്യ മനസ്സിനെ അമ്മാനമാടുന്ന രീതിയിൽ നിങ്ങൾ ഒരു വലിയൊരു സ്കില്ല്, നിങ്ങൾക്കൊരു മാജിക്കൽ സ്കില്ല് കിട്ടുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ അത്രയും സന്തോഷിക്കുന്നു. അത്രയും വലിയൊരു ക്രാഫ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ള രീതിയിൽ ഒരു പ്രൗഡ് മൊമെൻറ്റിൽ നിങ്ങൾ നിൽക്കുന്നു. ബാക്കിയുള്ള സജഷൻസ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന വർക്കിംഗ് ആകുന്ന ആൾക്കാർ പ്രീ പ്ലാൻ അല്ലാതെ കറക്റ്റായിട്ട് ഡയറക്റ്റായിട്ട് സ്ട്രീറ്റിൽ ചെന്ന് ആൾക്കാരിൽ റിയലായിട്ട് പരീക്ഷിക്കുന്നു. ഈ ആദ്യം പ്രീ പ്ലാൻ ചെയ്ത ആൾക്കാരും പതിയെ ഡെവലപ്പ് ചെയ്ത് കൃത്യമായിട്ട് സജഷൻ കൊടുക്കുന്ന രീതിയിൽ അവരും അവരുടെ ഒരു സ്കില്ല് പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് ആൾക്കാരെ ട്രാൻസിൽ എത്തിക്കാനുള്ള സജഷൻസ് കൊടുക്കുക എന്നുള്ള ഒരു സ്കില്ല്. അപ്പോൾ അത് എല്ലാവർക്കും പറ്റും, പക്ഷേ അത് ആദ്യം കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പറ്റണമെന്നില്ല. പതിയെ നിങ്ങൾക്കത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ആദ്യം വേണ്ട ഒരു സെൽഫ് ബിലീഫാണ്. പിന്നെ ഈ പറയുന്ന ആൾക്കാർക്കും ഒരു വിശ്വാസം വേണം, നിങ്ങൾക്ക് അവരെ ഹിപ്നോട്ടിസത്തിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു സാധനം. അപ്പോൾ ഇതെല്ലാം, ഈ ഒരു ആംബിയൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതൊക്കെ നിങ്ങൾ വന്ന് പോയ ഒരു പ്രോസസ്സാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ആദ്യമായിട്ട് നിങ്ങളീ പോയി ഹിപ്നോട്ടിസം ചെയ്യുന്ന ആൾക്കാരെക്കാട്ടിലും വണ്ടറടിച്ചിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളായിരിക്കും. നിങ്ങൾ കറക്റ്റായിട്ട് ഓക്കെ അവരെ നമുക്ക് ട്രാൻസിലോട്ട് എത്തിക്കാൻ പറ്റി, അവരെ ആ ഒരു മൊമെൻറ്റ്, ലൈക്ക് ആ ഒരു മെമ്മറി അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റി എന്നൊക്കെയുള്ള ഒരു സാധനം നിങ്ങളുടെ മനസ്സിലൊരു പ്രൗഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. യെസ്, ഐ എം എ ഹിപ്നോട്ടിസ്റ്റ് എന്നുള്ള ആ ഒരു സാധനം, ഒരു കോൺഫിഡൻസ് ഒക്കെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ കൂടെ ഈ ഒരു കോൺഫിഡൻസ് കുറച്ചുകൂടെ ബിൽഡ് ചെയ്യാനും നിങ്ങളുടെ ഉള്ളിൽ കുറച്ചുകൂടെ ഇതിനൊരു വിശ്വാസം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് നിങ്ങളുടെ ട്രെയിനേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കുറേ സൈക്കോളജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സോ സയൻറ്റിഫിക് സ്റ്റേറ്റ്മെൻറ്റ്സോ ഒക്കെ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും. ഈ പ്രമേഹത്തിന് ഇൻസുലിനൊക്കെ കുത്തിവെക്കുന്ന കഥ പോലെ. സോ ബാക്ക് ടു പോയിന്റ്, ഞാൻ ഈ വിഷയം ആദ്യമായിട്ട് സംസാരിച്ച് തുടങ്ങിയത് തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ചില ആൾക്കാർ കാരണം പബ്ലിക്കിന് ഉണ്ടാകുന്ന ചില മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസും ഒക്കെ ഞാൻ അറിഞ്ഞതുകൊണ്ടാണ്. അതിൻ്റെ ഒരു ബേസ് ലൈൻ ഞാൻ പറയാം. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നിങ്ങളിൽ പലരും അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന, പബ്ലിക്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, സ്ട്രീറ്റുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിപ്നോട്ടിസം എഫക്റ്റുകളുടെ പരിണിത ഫലമായിട്ട് ചില ആൾക്കാർ ഇന്ന് സൈക്കാട്രിസ്റ്റുകളുടെയും സൈക്കോളജിസ്റ്റുകളുടെയും ഡോക്ടേഴ്സിൻ്റെ അണ്ടറിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിടയിലുള്ള പല ഹിപ്നോട്ടിസം പെർഫോമേഴ്സും പ്രമുഖരായിട്ടുള്ളവരുൾപ്പെടെ പറയുന്നത് ഇത് കാരണം ഒരു ട്രോമയിലേക്കും ഒരു രീതിയിലും ആൾക്കാർ പോകില്ല. നിങ്ങൾ പബ്ലിക്കായിട്ടിട്ട കമൻസ് എല്ലാം പോസ്റ്റിലൊക്കെ ഞാൻ കണ്ടായിരുന്നു കുറേ. അപ്പോൾ ഇങ്ങനെയൊന്നും പോകില്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാരിൽ പലരും പറയുന്നത് നിങ്ങളുടെയൊക്കെ പേരുകളാണ്. എന്നോട് റീസെൻ്റായിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ ഷെയർ ചെയ്ത ഒരു ഓഡിയോ ആണ്. ഇപ്പം കുറെ ആളുകൾ ഈ ചെയ്യുന്ന മെന്റലിസം എന്ന് പറഞ്ഞ പേരിൽ ചെയ്യുന്ന ഹിപ്നോട്ടിസം ഉണ്ടല്ലോ, അത് ഹീലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാതെയൊക്കെ വിടുന്ന കേസുകൾ, അത് വലിയ വലിയ വിഷയങ്ങളിലേക്ക് പോയിട്ട് ഹിപ്നോട്ടിസ്റ്റുകളായിട്ടുള്ള തന്നെ ഡോക്ടേഴ്സ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനൊക്കെ അവരത് അന്വേഷിച്ചുകൊണ്ട് വരികയാണ്. കുറേ ആളുകൾ ഇതുപോലെ ഇതിനകത്ത് നിന്ന് ഹീലിംഗ് കംപ്ലീറ്റ് ആവാതെ വീണ്ടും കാണണമെന്നുള്ള രീതിയിലും ഈ ആളുകളെ തിരക്കി പോവുക, ഈ പറഞ്ഞ മെൻ്റലിസം ചെയ്ത ആളുകളെ തിരക്കി പോവുക, അവരെ പുറകെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുക, ഇത് വീണ്ടും വേണമെന്ന് ആവശ്യപ്പെടുക, ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിലൊക്കെ പല ആളുകളും പോയിട്ടുണ്ട്. സൂയിസൈഡൽ ടെൻഡൻസി, സൂയിസൈഡ് അങ്ങനെയുള്ള ലെവലിലേക്ക് വരെ ഈ മാനസിക മെൻ്റൽ ഹെൽത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാത്തത് കാരണം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തിട്ട് ആ കംപ്ലൈൻറ്റ് അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഇത് മിസ്യൂസ് ചെയ്യുന്ന തന്നെ ഹിപ്നോട്ടിസത്തിൻ്റെ പേരിൽ നടക്കുന്ന ആളുകൾ ഉണ്ടാവുക ചിലപ്പോൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ കേസുകളായിരിക്കാം ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അതിന് നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല. ഒരാൾ ആത്മഹത്യയിൽ വരെയും
പോകുന്നു, അല്ലെങ്കിൽ ആത്മഹത്യാ ശ്രമം നടത്തുന്നു എന്നൊക്കെ പറയുന്നത് വലിയൊരു കഷ്ടമാണ്. മാത്രമല്ല, ഈ വിക്ടിമൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ കമ്മീഷന് മുമ്പാകുകയും അതുപോലെ കേസുമായി മുമ്പോട്ട് സഹകരിക്കാൻ വില്ലിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരിപ്പോഴും അത് മുന്നോട്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ കുറേ കേസുകൾ ഇങ്ങനെ ഫൈനലി അത് വലിയ പ്രശ്നമായിട്ട് ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇവർ ഇത്തരം വിഷയത്തിൽ കംപ്ലൈൻറ്റും കൊടുക്കാൻ സന്നദ്ധരായതെന്നുള്ളതാണ്. പ്രധാനമായിട്ട് ഈ പറഞ്ഞ മരിച്ചുപോയ ആളുകളെ കാണിച്ചു കൊടുക്കുക, നമ്മുടെ പീരീഡ്സിൻ്റെ പെയിൻ കാണിച്ചു കൊടുക്കുക, ന്യൂഡിറ്റി കാണിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ്. അപ്പം ഇത് കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് മരണപ്പെട്ടു പോയവരെ വീണ്ടും കാണാത്ത സാഹചര്യത്തിലൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പലർക്കും സംഭവിച്ചിട്ടുള്ളത്. അപ്പം അതിന് ഒരു ഒറ്റപ്പെട്ട കേസുകളായിട്ടും നമ്മൾ കണക്കാക്കരുത്. അത് വലിയൊരു വിഷയമാണ്. അതിൻ്റെ സീരിയസ്നെസ് എല്ലാവരും മനസ്സിലാക്കണം. ഇപ്പം ഞാനത് കേൾപ്പിച്ച സമയത്ത് ചില ആൾക്കാരെങ്കിലും മനസ്സിൽ ചിലപ്പോൾ ചില ഹിപ്നോസിസ് പെർഫോമേഴ്സ് എങ്കിലും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും, പുതിയ ആൾക്കാരോ ആരെങ്കിലുമൊക്കെ ഓക്കെ നമ്മൾ ചെയ്യുന്നതിൽ ചിലപ്പോൾ ഇങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെ നമ്മളെന്തിനാ പേടിക്കുന്നത്, ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇവിടെ പ്രധാനമായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ഹിപ്നോസിസ് പഠിപ്പിച്ച രീതികളിൽ ഒരുപാട് തെറ്റുകളുണ്ട്. പല ആൾക്കാരും അനാവശ്യമായിട്ട് ഇടുന്ന കുറേ പോസ്റ്റുകൾ, കമൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓഡിയോസ്, ഇതെല്ലാം പലതും നമ്മുടെ അടുത്ത് ഉണ്ട്. അപ്പം ഇതൊക്കെ എടുത്ത് ഞാൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ആൾക്കാരുടെയും ഫെയിമിനെയൊക്കെ ബാധിക്കും. അങ്ങനെ ഒന്നും ചെയ്യാൻ എനിക്കൊരു താല്പര്യമില്ല. ഞാൻ പിന്നെയും പറയുന്നു, നിങ്ങൾ എന്നെ ഒപ്പോസ് ചെയ്ത് ഇരിക്കാതെ ദയവ് ചെയ്ത് ഞാൻ പറയുന്ന കാര്യത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുക. ഇത്രയും നേരം ഞാൻ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ ഒരു വീഡിയോയുടെ പിന്നിലിരിക്കുന്നത് നിങ്ങൾക്കിടയിലും കൂടി ഒരു അവബോധം വളർത്തുന്നതിനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ്സോട് കൂടി തന്നെ ഇരിക്കുക. നിങ്ങൾക്കിത് കുറച്ചുകൂടെ വ്യക്തമാകാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം കറക്റ്റായിട്ട്. ദ സങ്ക് കോസ്റ്റ് ഫാലസി എന്നൊരു ടേം ഉണ്ട്. ഒരുതരം സൈക്കോളജിക്കൽ ട്രാപ്പാണത്. അതായത് നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പണം, സമയം, എനർജി ഇതെല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു കാര്യത്തിൻ്റെ ഒരു പ്രശ്നം വന്നാലും അതിനെ ന്യായീകരിക്കാൻ നിർബന്ധിതരാകുന്ന ഒരു തരം അവസ്ഥ. വെറുതെ ഒന്ന് മനസ്സിലാലോചിച്ച് നോക്കുക. നിങ്ങളൊരു ഹിപ്നോട്ടിസ് പെർഫോമർ അല്ല, നിങ്ങളൊരു സാധാരണക്കാരനാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളുടെ ഗൗരവം ആ രീതിയിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളും ഈ പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ബോധപൂർവ്വം അതങ്ങനെ സമ്മതിക്കാൻ നിങ്ങൾക്ക് മനസ്സ് വരുന്നില്ല. പക്ഷേ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് പല രാജ്യങ്ങളിലെ പോലെ ഇവിടെയും ഹിപ്നോസിസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെയും ബാൻ ആവും എന്നുള്ളതാണ്. കാര്യം അത്രയേറെ പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഇതിപ്പോൾ ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൊന്നും എന്നെ ചീത്ത വിളിക്കാൻ പറ്റും. പക്ഷേ നാളെ ഒരു സമയത്ത് ഇത് ബാൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ആരെച്ചെന്ന് ചീത്ത വിളിക്കും. എല്ലാവരും കൂടെ പ്ലേ കാർഡ് കൊടുത്തുകൊണ്ട് റോഡിൽ ചെന്നിട്ട് ഇതിനെതിരെ സമരം ചെയ്യുമോ, അല്ലെങ്കിൽ കോർട്ടിനെ ചെന്ന് തെറി വിളിക്കുമോ? അങ്ങനെ ഒരു ഇത് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെ ഒരു ആർട്ടായിട്ട് മാത്രം കണ്ട് അതിൻ്റെ ദൂഷ്യവശങ്ങളെല്ലാം മാറ്റി നിർത്തി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇതിലെ എൻ്റർടൈൻമെൻറ്റ് എലമെൻറ്റ്സ് മാത്രം വെച്ചുകൊണ്ട് ആരെയും ഹാം ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളതാണ് സൊല്യൂഷൻ. നമ്മൾ ചെയ്യുന്നതിൽ തെറ്റില്ലല്ലോ എന്നുള്ളൊരു ചിന്താഗതി സത്യം പറഞ്ഞാൽ നിങ്ങളിൽ ഇഞ്ചക്റ്റഡ് ആണ്. നിങ്ങളുടെ ട്രെയിനേഴ്സ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് ഇത്രയും ഹിപ്നോസിസ് സജഷൻസ് ഒക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന നിങ്ങളുടെ ട്രെയിനർക്ക് നിങ്ങളുടെ മനസ്സിൽ ഒരു സജഷൻ ഇഞ്ചക്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു സാധനം നിങ്ങളുടെ മനസ്സിൽ ഇഞ്ചക്റ്റഡ് ആണ്. ഇത് ഈ പറഞ്ഞ പോലെ MLM പോലെ, അല്ലെങ്കിൽ ഇവിടെയുള്ള മൾട്ടി ലെവൽ പല രീതിയിലുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഒക്കെ പോലെയുള്ള ഒരു ബിസിനസ് ടൂളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാധ്യത. ഈ ഹിപ്നോസിസ് എന്ന് പറഞ്ഞൊരു സാധ്യത, അല്ലെങ്കിൽ മെൻ്റലിസം എന്ന് പറഞ്ഞൊരു സാധ്യത പറയുന്നതിൽ ശരികളുണ്ടെന്ന് കുറച്ച് പേരുടെയെങ്കിലും മനസ്സിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരോടാണ് നന്നായിട്ട് മനസ്സൊന്ന് റിലാക്സ് ചെയ്തിട്ട് ഒരു സാധാരണക്കാരനായിട്ടൊന്ന് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാനായിട്ട് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഒപ്പോസ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് ഇവിടെ നിങ്ങൾ ചിന്തിക്കണം. ഇവിടുത്തെ പ്രഗത്ഭരായിട്ടുള്ള പല ഡോക്ടേഴ്സ്, അതായത് MBBS ഈ പറഞ്ഞ എൻട്രൻസും എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അത്രയും വർഷത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, ക്ലിനിക്കൽ ഹിപ്നോട്ടിസ്റ്റുകൾ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ, അങ്ങനെ പല രീതിയിൽ ഈ മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള പ്രൊഫഷണൽസാണ് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പല കംപ്ലയിൻസും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നതാണോ ശരി, അതോ തുച്ഛമായിട്ടുള്ള തുകയ്ക്ക് 250-300 പോട്ടെ 1000-2000 രൂപയ്ക്ക് നിങ്ങളെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഹിപ്നോട്ടിസ്റ്റ് ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ട്രെയിനേഴ്സ് പറയുന്നതാണോ ശരി? തിങ്ക് സീരിയസ്ലി, ദിസ് ഈസ് നോട്ട് എ സില്ലി മാറ്റർ. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളൊരു വലിയ സ്കാമിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തിടെ ഒരുപാട് കൈൻഡ് ഓഫ് വീഡിയോസ് നമ്മൾ കണ്ടു. അതിലൊന്നാണ് ദാ കടുവ വരുന്നു ഓടിക്കൂ എന്ന് പറയുന്ന ഒരു സാധനം. നിങ്ങളുടെ പിന്നാലെ ഒരു പുലി ഓടുന്നുണ്ട് എന്നുള്ളൊരു സങ്കല്പമാണ് നിങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ഡേവിഡ് സ്പീഗലിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. According to Dr. David Spiegel, hypnotized individuals show changes in sensory processing regions, meaning the hallucinated tiger is perceived as real. ഈ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യും. അതിനെ തുടർന്ന്
ഹാർട്ട് റേസസ്, അഡ്രിനാലിൻ സ്പൈക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഓവർ ടൈമിൽ ഇത് ചെന്ന് അവസാനിക്കുന്നത് പാനിക് ഡിസോർഡേഴ്സിലും നൈറ്റ് മെയർസിലും ഒക്കെയാണ്. അടുത്തത് ഈ മരിച്ചുപോയ ആൾക്കാരെ ഹിപ്നോസിസിലൂടെ കാണിച്ചു കൊടുക്കുന്ന എഫക്റ്റുകളുടെ കാര്യത്തിൽ വരുമ്പോൾ അതിൽ പലരും പറയുന്നത് അവർക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരെ വീണ്ടും കാണാനുള്ള ഒരു അവസരമാണ്, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ റിലീഫ് കിട്ടാനുള്ള ഒരു സാധ്യതയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ റീസെൻ്റ് ആയിട്ട് ഒരു വീഡിയോയിൽ ഒരാൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ഇപ്പൊ മരിച്ചുപോയ ഒരാളോട് ഒരു കാര്യം പറയാൻ പറ്റാതെ ആ മനോവിഷമത്തിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ആ മരിച്ചുപോയ ഒരാൾ നമ്മൾ ഹാലുസിനേഷനിലൂടെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇമാജിനേഷനിലൂടെ അവരോട് സംസാരിച്ച് കഴിഞ്ഞ് അതിൽ നിന്ന് റിക്കവറായി പുതിയൊരു ജീവിതത്തിലേക്ക് വരാനും പറ്റും. അപ്പോൾ ഇങ്ങനെ നല്ലതും മോശമായിട്ടുള്ള വശം എല്ലാ കാര്യത്തിലും ഉണ്ട്. അത് അറിഞ്ഞുകൊണ്ട് മാത്രം ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ബ്രോ, എക്സാക്ട്ലി ഇത് തന്നെയാണ് ഞാനും എല്ലാ ഇൻ്റർവ്യൂവിലും ഞാനും പറയുന്നത്. ചിലപ്പോൾ എന്ന് പറയുന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതിൻ്റെ സാധ്യതകളെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സാധ്യതകളുടെ ലിസ്റ്റ് വലുതായതുകൊണ്ടാണ് ഇന്നിവിടെ ഇത്രയും കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ നല്ല ഇൻറ്റൻഷനിലായിരിക്കും ചിലപ്പോൾ അവരെ ഇത് കാണിച്ചു കൊടുക്കണം എന്നുള്ള ഇൻറ്റൻഷനിലായിരിക്കും നമ്മൾ ചിലപ്പോൾ ചെയ്യുന്നത്. നമുക്കാരുടെയും മെൻ്റൽ ഹെൽത്ത് ഏത് രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ ഏതൊക്കെ രീതിയിൽ, ഓരോ ആൾക്കാരെ യുണീക്കായിട്ട് ചിന്തിക്കുന്ന യുണീക്ക് മെൻ്റൽ ഹെൽത്ത് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ഏതൊക്കെ രീതിയിൽ അവരുടെ മൈൻഡിൽ എന്തൊക്കെ തോട്ട്സ് വരും, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് മുമ്പ് വന്നിട്ടുണ്ട്, ഇനി വരാൻ ചാൻസ് ഉണ്ട്, ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിലൊരു വലിയ റിസ്ക് എലമെന്റ് ഉണ്ട്. 2012 ക്ലിനിക്കൽ ഹിപ്നോസിസ് വിദഗ്ധനായ മൈക്കിൾ യാപ്കോയുടെ ഒരു പഠനം നോക്കാം. ദ സബ്കോൺഷ്യസ് മേ സ്റ്റിൽ ക്യാരി അൺറിസോൾവ്ഡ് ഗിൽറ്റ്, കൺഫ്യൂഷൻ ബിറ്റ്വീൻ റിയാലിറ്റി ആൻഡ് സജഷൻ, ഡിലേഡ് ഗ്രീഫ് റെസ്പോൺസസ്. ആദ്യമൊക്കെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ക്യൂരിയോസിറ്റി ആൾക്കാർക്ക് ഉണ്ടാകുമായിരിക്കും. പിന്നെ എക്സ്പീരിയൻസ് ചെയ്ത് അത് റിയലായിട്ട് അനുഭവിച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു ഇമോഷണൽ റിലീഫ് ചിലപ്പോൾ കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യുമായിരിക്കും. ഒരു ഡിഫറെൻറ്റ് യുണീക്ക് എക്സ്പീരിയൻസിലൂടെ കടന്നു പോയതായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ ചിലർക്കെങ്കിലും ഇത്തരത്തിലുള്ള ട്രോമാസ് വരാനുള്ള സാധ്യതകളെയും നമുക്ക് ആ ഒരു പോസിബിലിറ്റിയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. എത്രയൊക്കെ അവകാശവാദങ്ങൾ പറഞ്ഞാലും ഇത് കാരണം ഇന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് നോക്കിയാൽ തന്നെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ ഒരു സബ്ജക്റ്റിൽ വേൾഡ് വൈഡ് റെഗുലേഷൻസ് നമുക്ക് നോക്കാം. 1952 UK ഹിപ്നോട്ടിസം ആക്ട് പ്രകാരം അവിടെ 18 വയസ്സിന് താഴെയുള്ള ആൾക്കാരെ ഹിപ്നോട്ടിസം ചെയ്യാൻ പാടില്ല. അതുപോലെ നിങ്ങൾ സ്ട്രീറ്റുകളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിമിലർ പെർഫോമൻസുകൾ ഹിപ്നോട്ടിസം ആക്ടുകൾ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ലോക്കൽ അതോറിറ്റീസിൻ്റെ പെർമിഷൻ വാങ്ങിക്കണം. ഫ്രാൻസ്, ജർമ്മനി, നോർവേ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ ഹിപ്നോസിസ് പെർഫോമൻസസ് ഭയങ്കര റെഗുലേറ്റഡ് ആണ്. ഒന്നുകിൽ ടൈറ്റ്ലി റെഗുലേറ്റഡ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇത് പല സ്ഥലങ്ങളിലും ബാൻഡ് ആയിരിക്കും. അതുമല്ലാന്നുണ്ടെങ്കിൽ സർട്ടിഫൈഡ് പ്രൊഫഷണൽസിന് മാത്രം ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരുന്നത്. പല വിദേശ രാജ്യങ്ങളിലും ഹിപ്നോസിസിൽ ഇത്രയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ നാട്ടിലുള്ള അമച്വർ ട്രെയിനേഴ്സിൽ പലരും ഇത് പഠിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇത് പെർഫോം ചെയ്ത് കഴിഞ്ഞാലോ ഒരു ട്രോമ ഉണ്ടാവില്ല എന്നുള്ള അവകാശവാദങ്ങൾ പറയുന്നത്. ഇതൊക്കെ പെർഫോം ചെയ്യുന്നത് നേരത്തെ എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചാൽ അല്ലെങ്കിൽ കൺസെൻറ്റോടെയാണല്ലോ ചെയ്യുന്നതെന്ന് ചില ആൾക്കാർ പറയുന്നത് കേട്ടു. ഇവിടെ നമ്മുടെ നാട്ടിൽ ഡോക്ടേഴ്സ് കൺസെൻറ്റ് വാങ്ങിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്ലിനിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർ അത് വാങ്ങിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അവർക്ക് വ്യക്തമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അത് വാങ്ങിക്കാൻ. പക്ഷേ അണ്ടർ വാട്ട് റൂൾസ് ഓർ വാട്ട് റെഗുലേഷൻ, ഏത് റെഗുലേഷൻ്റെ അണ്ടറിലാണ് നിങ്ങൾ ഈ വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ സമ്മതം ചോദിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിന് ഭാവിയിൽ ചിലപ്പോൾ ഒരുപാട് ലീഗൽ കോൺസിക്വൻസസ് ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. പല രാജ്യങ്ങളിലും ഇതിന് റെസ്ട്രിക്ഷൻസ് വന്നിട്ടുള്ളത് പല പല പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾക്ക് തന്നെ ഇത് ഇപ്പോൾ ഈ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇതെന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും റെസ്ട്രിക്ഷൻസ് വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് തന്നെ ഒന്ന് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. പഠനങ്ങളിൽ തന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1998 ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ഡാനിയൽ ബ്രൗണിൻ്റെ ഒരു പഠനം നമുക്ക് നോക്കാം. ഈ ഒരു പഠനപ്രകാരം പലപ്പോഴും കൺസൾട്ടേഷൻസിന് വിധേയമാകുന്ന ആൾക്കാരിൽ ഒരു സിംഗിൾ ഫോളോ അപ്പ് സെഷനിലൂടെ ഒന്നും ഇത് അങ്ങനെ റിക്കവർ ആക്കി മാറ്റാൻ പറ്റില്ല. പല ആൾക്കാർക്കും സിവിയർ ആയിട്ടുള്ള കേസസ് വരുന്ന സമയത്ത് ട്രോമ തെറാപ്പിയോ അല്ലെങ്കിൽ EMDR ട്രീറ്റ്മെന്റോ ഒക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട്. പല കമന്റിലും ഞാൻ കണ്ടുവരുന്നു ഹിപ്നോസിസിനെ കുറിച്ച് അറിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്നുള്ള രീതിയിൽ. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ നമ്മൾ ഇന്നതാണ്, നമ്മളതാണ്, ആനയാണ്, ചേനയാണ്, തേങ്ങയാണ്, നമ്മൾ ഇത്രയും പഠിച്ച ആളാണ്, ഇത് ഇങ്ങനെ ഒന്നും പറയാൻ ഒരു ഇഷ്ടമില്ലാത്ത ആളാണ്. ഇതിപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം ഇത് ഞാനിപ്പം എൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇനിയിപ്പം അത് അനന്തുവിനെ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് പറയുന്നതാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും വരുന്ന പാവങ്ങളെ വീണ്ടും ഇവർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും. അതുകൊണ്ട് മാത്രം പറയുന്നതാണ്, അല്ല ഷോ ഓഫ് ഒന്നും അല്ല കേട്ടോ. ഇത് വൂഡു സ്കൂൾ ഓഫ് മെന്റലിസത്തിൽ കഴിഞ്ഞ 2018 മുതൽ ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. വേൾഡ് വൈഡ് റിനൗഡ് ആയിട്ടുള്ള മെന്റലിസ്റ്റുകളും ഹിപ്നോട്ടിസ്റ്റുകളുമാണ്. നമ്മൾ 250 രൂപ കോഴ്സൊന്നും പഠിച്ചിട്ടില്ലേ, അകപ്പാടെ ഇൻസ്പയർ ആയിട്ടുള്ളത് ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ടിട്ടാണ്. ആൻ്റണി ജാക്കിൻ എത്ര പേർക്ക് അറിയുമെന്നറിയില്ല, വെറുതെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്ക്. ഇന്ന് വേൾഡിലെ വൺ ഓഫ് ദ ലീഡിംഗ് ഹിപ്നോട്ടിസ്റ്റ് ആണ്. I'm a hypnotist. I entertain people with mind control and hypnosis, much like a magician would. ലൂക്ക വോൾപ്പ്, ദ ഇറ്റാലിയൻ മെന്റലിസ്റ്റ്. ഇത് ചുമ്മാ ഫോട്ടോ കാണിച്ച് വന്നില്ലേട്ട്, ഇതൊക്കെ അവരുടെ ഇൻ്റർവ്യൂസ് ആണ് ഞങ്ങളെടുത്ത്. ഇവരുടെയൊക്കെ പേര് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് ഇവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടും. Now I don't know if this sign means anything to you. ഇത് ഞാൻ വെറുതെ ഇങ്ങനെ ഓരോ ആൾക്കാരുടെ ഇങ്ങനെ കാണിച്ചു പോകുന്നതല്ല, ഇതൊക്കെ നിങ്ങളുടെ റെഫറൻസിനും കൂടെ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ് കേട്ടോ. പീറ്റർ ടേണർ
എൻ്റെ വൺ ഓഫ് ദി ഇൻസ്പിറേഷനാണ്. പീറ്റർ ടേണറിൻ്റെ വീഡിയോസ് പുതിയതായിട്ട് വരുന്ന മെൻ്റലിസ്റ്റുകൾക്ക് ഞാൻ മസ്റ്റായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യും കേട്ടോ. കാര്യം പീറ്റർ ടേണറിൻ്റെ കുറേ തിയറീസും പരിപാടിയൊക്കെ ഉണ്ട്. ഡെറൻ ബ്രൗൺ, ഇത് 2018 ഫെബ്രുവരിയിൽ പബ്ലിഷ് ചെയ്തതാണ് ഡെറൻ ബ്രൗണിൻ്റെ ഇൻ്റർവ്യൂ. Thank you so much for coming up. Look at me now and just sleep. Just sink right the way down, right the way deep. ആളിനെ അറിയോ? കോളിൻ ക്ലൗഡ് അമേരിക്കാസ് ഗോട്ട് ടാലൻറ്റിലൊക്കെ നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ സുപരിചിതമായിട്ടുള്ള ആളായിരിക്കും. When he said yes for real, when he meant it, his eyebrows raised slightly. Really? Your nose is also pointing slightly here, so I believe it's in this hand. Turn it over, let me see. Yes, there it is. ഇവരുടെയൊക്കെ ഇൻ്റർവ്യൂസ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾക്കും പേഴ്സണലി പുതിയതായിട്ടുള്ള ഒരുപാട് അറിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ പണ്ട് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഇവിടെ ഈ മരിച്ചുപോയ ആൾക്കാരെ കാണിച്ചു കൊടുക്കുന്ന ഹിപ്നോസിസോ അല്ലെങ്കിൽ അങ്ങനെ ഇതൊന്നും അങ്ങനെ ട്രെൻഡിങ് ഒന്നും ആവാതിരുന്ന സമയത്ത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ സജീവ് വിജയൻ, വൂഡു സ്കൂളിൻ്റെ ഓണർ. അദ്ദേഹത്തിൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണ്. ഇത്രയും സോഴ്സസ് പണ്ട് പോലെ നമ്മുടെ കയ്യിലുണ്ട്. ഈ പറയുന്ന ഹിപ്നോസിസും അല്ലെങ്കിൽ മെൻ്റലിസും ഒക്കെ ഞാൻ എപ്പോഴും പറയുന്ന ഡയലോഗാണ്. ലാലേട്ടൻ മറ്റേ മണിച്ചിത്രത്താഴിൽ പറഞ്ഞ പോലെ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെയൊക്കെ ഒരു ഭ്രാന്തനെ പോലെയൊക്കെ സഞ്ചരിക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഇവിടെ ഈ ട്രഷറായിട്ട് സെല് ചെയ്യപ്പെടുന്ന പല എഫക്റ്റുകളും നമ്മൾ പണ്ടേ എൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞാണ്. അത് ഇവിടെ നല്ലതേ ഉള്ളൂ. പുറത്തുനിന്നുള്ള ലെക്ചേഴ്സും പരിപാടികളൊക്കെ പഠിച്ചതാണ്. അപ്പം അന്ന് ഇതൊന്നും ചെയ്യാതിരുന്നത് ഇത്തരത്തിലെ ആൾക്കാർക്ക് ട്രോമാസ് ഒക്കെ ഉണ്ടാവും എന്നുള്ളത് നേരത്തെ അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എനിക്കിപ്പോൾ എന്താ, എനിക്കിത് ചെയ്ത് കഴിഞ്ഞാൽ ഈ മരിച്ചുപോയ ആളിനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്നതിൻ്റെ 10 ഇരട്ടി കാശും ഉണ്ടാക്കാം, 10 ഇരട്ടി റീച്ചും കിട്ടും. കാരണം നമ്മളിതൊക്കെ പഠിച്ചതും ഇതൊക്കെ ചെയ്യുന്നതും എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ആരെയും വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ ആരുടെയും മെൻ്റൽ ഹെൽത്ത് ഒന്ന് റൂയിൻ ചെയ്യാനൊന്നും അല്ലല്ലോ. പിന്നെ സീക്രട്ട് ലെറ്ററിന് പറഞ്ഞോ എല്ലാവരും ഇപ്പോൾ ഇതൊന്നും വിചാരിച്ച് വരാണ്ടൊന്നും ഇരിക്കരുത്. അതിൻ്റെ അകത്ത് കുറേ മാജിക്കും മെൻ്റലിസവും എല്ലാം അതിൻ്റെ അകത്തുണ്ട്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ഷോയ്ക്ക് വരണം. പിന്നെ എൻ്റെ വിവാദമായിട്ടുള്ള ഇൻ്റർവ്യൂവിൻ്റെ കമൻറ്റ് ബോക്സിൽ താഴെ കുറേ ആൾക്കാർ വന്നിട്ട് മെൻ്റലിസം പ്രീഷു അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇനി ഈ പറയുന്ന പോലെ നിങ്ങൾ പറയുന്ന പോലെ മെൻ്റലിസം ഫുൾ ട്രിക്സോ എന്തോ ആയിക്കോട്ടെ, എന്താ ഇപ്പോൾ കുഴപ്പം? അതൊന്നുമല്ലല്ലോ നമ്മുടെ ടോപ്പിക്ക് എന്താ ശരിക്കും? ഹിപ്നോസിസ് യൂസ് ചെയ്തുകൊണ്ട് ആൾക്കാരെ ട്രോമയിലേക്ക് എത്തിക്കുന്നത് തടയുക എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക്. അപ്പം അവിടെ നിങ്ങൾ വന്നിട്ട് മെൻ്റലിസം ഫുൾ ട്രിക്സ് ആണെന്ന് പറയുമ്പോഴത്തേക്കും അത് നിങ്ങളൊരു കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റല്ലേ അവിടെ പ്രൂവ് ചെയ്യുന്നത്. ലൈക്ക് അതുകൊണ്ട് ട്രിക്സ് ആണെങ്കിൽ പിന്നെ അതിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അത് പിന്നെ ആർക്കാ ഒരു ട്രോമ ഉണ്ടാവുന്നില്ല, ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല, ഒന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ നമ്മളിവിടെ എക്സാമ്പിൾസ് ചെയ്തും പറയുന്നത് ഹിപ്നോസിസിൽ ഉണ്ടാവുന്ന ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. പിന്നെ മെൻ്റലിസത്തിൽ പ്രീ ഷോ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങളെ പഠിപ്പിച്ച ആൾക്കാർക്കുള്ള ലാക്ക് ഓഫ് നോളജ് കൊണ്ടായിരിക്കണം. കാരണം വെറുതെ ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ലെക്ചേഴ്സ് ചുമ്മാ ഒന്ന് കണ്ടുപോകും, പീറ്റർ ടേണറിൻ്റെയൊക്കെ. അപ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും, ശരിക്കുള്ള ഒരു മെൻ്റലിസത്തിൻ്റെ ഒരു ക്ലിയർ പിക്ചർ കിട്ടും. പക്ഷേ നമ്മൾ സ്റ്റേജിൽ മാജിക് ട്രിക്സ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാ? എൻ്റർടൈൻമെൻറ്റ് എലമെൻറ്റ് ഒരുപാട് കൊണ്ടുവരണ്ടേ. നമ്മളല്ലാതെ ആരെയും ദ്രോഹിക്കുന്നതൊന്നും അല്ലല്ലോ. ആർക്കും ഹാംഫുൾ അല്ലാത്ത രീതിയിൽ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവരാരും ഈ പറഞ്ഞ പോലെ ഈ ട്രോമ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഒന്നും അവരാരും ചെയ്യുന്നില്ല. അവർ വളരെ വ്യക്തമായിട്ട് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രം ഇത് യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. ഈ പുതിയ ആൾക്കാരോടായാലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മരിച്ചുപോയ ആൾക്കാരെ കാണിച്ചു കൊടുക്കുക, ഇത്തരത്തിലുള്ള ഇമോഷണൽ ട്രിഗേഴ്സ് ഉണ്ടാക്കുന്ന രീതിയിൽ ഹിപ്നോസിസ് ചെയ്യുന്ന ആൾക്കാരോടാണ്. നിങ്ങളോട് ആരോടും ഞാനിത് നിർത്തി പോകാൻ അല്ലെങ്കിൽ നിങ്ങൾ ആരും ഹിപ്നോസിസ് ചെയ്യാനേ പാടില്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത്. എന്തുമാത്രം ഐഡിയാസ് ഉണ്ട് നമുക്ക് സ്റ്റേജിലൊക്കെ ഇൻസ്റ്റൻറ്റ് ഹിപ്നോസിസ് ആയിട്ട് ഇത്തരത്തിലെ ട്രോമയൊന്നും ക്രിയേറ്റ് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് പോസിറ്റീവ് അഫർമേഷൻസ് അവർക്ക് കൊടുത്തുകൊണ്ട് അവരുടെ ഒരു ഡേ തന്നെ അത്രയും സന്തോഷിപ്പിക്കാനുള്ള ഒരു ടൂളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അത്രയും ഹാപ്പി ആക്കി ആൾക്കാരെ മാറ്റാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. വെറുതെ ഈ ഹിപ്നോസിസ് ഒന്നും അറിയാത്ത ആൾ തന്നെ നമ്മളോട് വെറുതെ വന്ന് പറയണം നിങ്ങളുടെ ചിരി നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതേ വരുമെന്ന് വെറുതെ ഒരു വാക്ക് പറഞ്ഞാൽ പോലും ആൾക്കാർ ഒരു പരിധിവരെ ഹാപ്പി ആവും. അപ്പോൾ ഇത്രയും സജഷൻസ് കൊടുക്കാൻ കഴിവുള്ള നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇനി അങ്ങോട്ട് നിങ്ങൾ ഒരു ഇമോഷണൽ ട്രോമയുള്ള ഒരു റിസ്ക് എലമെന്റ് ചെയ്യണോ, അതോ ആൾക്കാരെ കൂടുതൽ നന്മയിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണോ? ജസ്റ്റ് തിങ്ക് അഗെയിൻ. യുണീക്ക് ആയിട്ടുള്ള നല്ല ആശയങ്ങൾ കൊണ്ടുവരാൻ തന്നെയാണ് ഞാനും പറയുന്നത്. ഇത് കാണുന്ന ഹിപ്നോസിസ് പെർഫോമൻസിനോടാണ്. ഇത് ഒരിക്കലും നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സിനെയൊക്കെ അടിച്ചമർത്തണമെന്നുള്ള ഇൻറ്റൻഷനിലോ ഒന്നുമല്ല ഇതൊന്നും പറയുന്നത്. ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ ഇവിടെ ഞാൻ ഉൾപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ആദ്യം കൂടുതലും എൻക്വയറീസ് ഒക്കെ വരുന്നത് എനിക്കായിരിക്കും. അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ജെന്യൂൻ ആയിട്ടുള്ള എൻക്വയറീസിൻ്റെ ബേസിലാണ് ഞാൻ ഇങ്ങനെ ഒരു ആശയം നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അന്ന് ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടത് പോലും ഈ ഒരു ഇഷ്യൂ ഇങ്ങനെ വളർന്നു വരുന്നതുകൊണ്ടാണ്, അല്ലാതെ ആരോടുള്ള ദേഷ്യമോ പിണക്കോ പരിപാടിയോ ഒന്നുമില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര വേഴ്സ്റ്റ് കേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ആക്ടിവിറ്റീസ്. അതുപോലെ ഒരു ഹിപ്നോസിസ് പെർഫോമർ സംസാരിച്ച ഒരു രീതി കണ്ടോന്നും പറഞ്ഞിട്ട് എനിക്ക് ഒരാൾ അയച്ചു തന്നൊരു കമൻറ്റാണ്. അതിൽ ആ പറഞ്ഞിരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ പെർഫോമർ എനിക്കറിയുന്ന ആളാണ്. ആരെയും ഹാം ചെയ്യാനൊന്നും ആഗ്രഹമില്ല. ഞാൻ ആ പേര് ഹൈഡ് ചെയ്തിട്ട് കാണിക്കാം. അത് ഹൈഡ് ചെയ്തിട്ട് കാണിക്കുന്നതിൻ്റെ റീസൺ ബ്രോ,
നിങ്ങളൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിക്കുന്ന ഒരു വലിയൊരു ശതമാനം ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങൾ എന്നും ഒരു മാതൃകയാവേണ്ട ആളാണ്. അപ്പം അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇത്തരത്തിലുള്ള രീതിയിലൊക്കെ നിങ്ങളുടെ കമൻസും നിങ്ങളുടെ ആശയങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അത് വലിയ ദോഷം ചെയ്യും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കട്ടോ. ഈ കമൻറ്റ് മാത്രമല്ല, നിങ്ങളുടെ ചില ആൾക്കാരുടെയൊക്കെ കേട്ടാൽ നിങ്ങളോടൊരു വെറുപ്പ് തോന്നുന്ന രീതിയിലുള്ള നിങ്ങളുടെ കുറച്ച് ഓഡിയോസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ചില ഡിസ്കഷൻസ് കേട്ടു. അപ്പം നല്ല രീതിയിൽ നിങ്ങൾ നല്ല ഇൻറ്റൻഷനിലൂടെ എല്ലാവർക്കും നല്ലത് വരുത്തണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യും. അതല്ലേ നല്ലത്. ഇതിൻ്റെ വീഡിയോയിൽ വന്നൊരു കമൻറ്റാണ്, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പഠിപ്പിക്കുന്നതും പഠിപ്പിക്കാതിരിക്കുന്നതൊക്കെ, പക്ഷേ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആൾക്കാരുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ടീച്ചിങ്സ് ഒഴിവാക്കണം. എൻ്റെ ഇൻറ്റൻഷൻ നിങ്ങൾ നല്ല രീതിയിൽ ഈ ഒരു ആർട്ടിനെ കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ്. ഇത് മാത്രമല്ല, നിങ്ങൾ ചില പെർഫോമേഴ്സ് ഈ പബ്ലിക്കിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവരെ ഹാൻഡിൽ ചെയ്യുന്ന ചില രീതികൾ, ഇതൊക്കെ പബ്ലിക്കിൽ നിന്ന് ഒരുപാട് പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ ആദ്യം വരുന്നത് കൂടുതൽ മെസ്സേജസ് എൻ്റെ ഇൻബോക്സിലോട്ടായിരിക്കും വരുന്നത്. ബ്രോ ഇങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇതിനെതിരെ ബ്രോയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു വലിയൊരു വിഭാഗം ആൾക്കാർ എന്നോട് സംസാരിക്കും അല്ലെങ്കിൽ എന്നോട് നേരിട്ട് കാണുമ്പോഴൊക്കെ ചോദിക്കുന്ന സമയത്ത് എനിക്ക് വേറെ എന്താ വഴി? ഞാനിപ്പോൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ എടുത്ത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ വലിയൊരു അഴിച്ചുപണി ഇവിടെ നടത്തേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊന്നും പോകാൻ എനിക്കൊരു താല്പര്യമില്ല. ഞാൻ ഈ പരിപാടി എനിക്ക് പറയേണ്ടതല്ല, ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് ആരെയും ഹാം ചെയ്യാത്ത രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയെങ്കിലും മനസ്സിലാക്കി ആ രീതിയിൽ നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കിവിടെ പ്രത്യേകിച്ച് ഒരു ക്രെഡിറ്റോ കാര്യങ്ങളോ ഒന്നും തരണ്ട. എനിക്കിപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സർക്കിൾ ഇതിൻ്റെ അകത്തുണ്ട്. നിങ്ങളെ ഈ യൂട്യൂബിൽ ഞാനത് മെയിനായിട്ട് ഇട്ടത് ഈ പെർഫോമേഴ്സിന് ഒരു അവയർനെസ് എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ ഇടുന്നത്. പബ്ലിക്കിന് ഒരു അവയർനെസ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ എനിക്കിവിടെ ഒരു ചെറിയൊരു സർക്കിളുണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അതിൽ നമ്മൾ ചെറിയ ചെറിയ തമാശകളും ഇപ്പോൾ ഈ മോട്ടിവേഷൻ വീഡിയോസും അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ അവരുടെ അടുത്തുള്ള ഇൻട്രാക്ഷൻസും അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴത്തേക്കും പ്രായമൊന്നും നോക്കാതെ നമ്മളടുത്ത് അത്രയും സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഒരു മെൻ്റലിസ്റ്റ് അനന്തം എന്നുള്ളത് മാത്രമല്ല, ഒരു സാധാരണ ഒരു അനന്തമായിട്ട് ഇവിടെ നിന്ന് അവരുടെ അടുത്ത് നല്ല രീതിയിലൊരു ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്ത് ആ ഒരു വൈബിൽ പോകാനാണ് എനിക്കിഷ്ടം. അതിനപ്പുറത്തേക്ക് എനിക്കിനി ഈ വിഷയത്തിൽ നിങ്ങളോട് വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ ആലോചിക്കുക. ഇനി നിങ്ങൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസോടെ മെൻ്റലിസം പെർഫോം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഹിപ്നോസിസ് പെർഫോം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മാജിക് പെർഫോം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇനി വരുന്ന അപ്പോൾ നമ്മൾ പണ്ടൊക്കെ മാജിക് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ പ്രതിജ്ഞയൊക്കെ പറയും, മാജിക് ഒരു കലയാണെന്ന് വിശ്വസിക്കുകയും സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഈ കല ഞാൻ കൈകാര്യം ചെയ്യുന്നതൊക്കെ നമ്മൾ ഒരു പ്രതിജ്ഞ നമ്മൾ ചൊല്ലാറുണ്ട് നമ്മൾ ഈ മാജിക് ഒക്കെ പഠിക്കുന്ന സമയത്ത്. അതുപോലെ ഞാനൊരു ക്യാമ്പയിൻ തുടങ്ങി വെക്കുകയാണ് ഈ ഒരു മൊമെൻറ്റിൽ. പറ്റുന്നത്ര നേരത്തെ ഒരാളോട് അഭിപ്രായം ചോദിക്കാൻ നിൽക്കാതെ നമ്മുടെ കയ്യിലുള്ള ഈ ആർട്ട് ഒരാൾക്കും ഹാംഫുൾ അല്ലാത്ത രീതിയിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടെ തന്നെ ചെയ്യാൻ നമ്മൾ വില്ലിങ് ആണ് എന്ന് ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നൗ ഡു ഇറ്റ്. ഞാൻ ആ പ്രതിജ്ഞ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇടാം. നിങ്ങളുടെ പെർഫോമൻസ് കാണുന്ന ഒരു വ്യക്തിക്കും യാതൊരുവിധ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സോ ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പാണെന്നുണ്ടെങ്കിൽ ഡു ഇറ്റ് നൗ. നാളെയോ മറ്റന്നാളോ ഒന്നുമല്ല, ഇപ്പോൾ ഈ മൊമെൻറ്റിൽ മൊബൈലെടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീലിടുക. ഞാൻ നിങ്ങളുടെ സ്റ്റേജ് നെയിം പറയാം. ഐ എം ഒഫീഷ്യലി ജോയിനിങ് ടു ദി മെൻ്റൽ ഹെൽത്ത് ക്യാമ്പയിൻ ഇനിഷ്യേറ്റഡ് ബൈ മെൻ്റലിസ്റ്റ് അനന്തു. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു പെർഫോമർ എന്ന നിലയിൽ ഞാൻ ചെയ്യുന്ന അവതരണങ്ങൾ മറ്റുള്ളവരിൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നതാവരുത് എന്നുറപ്പ് വരുത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഇന്ന് കണ്ടുവരുന്ന ചില ഹിപ്നോട്ടിസം പെർഫോമൻസുകൾ ചില വ്യക്തികളിൽ ട്രോമയും മറ്റു മാനസിക പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ആയതിനാൽ എൻ്റെ അവതരണങ്ങളിൽ മറ്റൊരാളിൻ്റെ മെൻ്റൽ ഹെൽത്ത് തകർക്കുന്ന രീതിയിലുള്ള ഹിപ്നോസിസ് എഫക്ട്സ് ഞാൻ ഒഴിവാക്കുമെന്നും ഞാൻ പഠിച്ച കലയെ ആർക്കും ഉപദ്രവകരമല്ലാത്ത രീതിയിൽ മറ്റുള്ളവരുടെ മാനസിക ഉല്ലാസത്തിനും സാമൂഹിക നന്മയ്ക്കും വേണ്ടി ഞാൻ വിനിയോഗിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. ഈ പ്ലജിലെ ഓരോ സ്റ്റേറ്റ്മെൻറ്റും ഒരു ഉത്തരവാദിത്തപ്പെട്ട കലാകാരൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ പൊതുസമൂഹത്തോട് പറയാൻ ബാധ്യസ്ഥരാണ്. നിങ്ങൾ ചെയ്യുന്ന ഹിപ്നോസിസ് പെർഫോമൻസസ് കാരണം യാതൊരുവിധ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സും ഇവിടെ ഒരു വ്യക്തിയിലും ഉണ്ടാവില്ല എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നാളെയോ മറ്റന്നാളോ ഒന്നുമല്ല, ഇപ്പോൾ ഈ മൊമെൻറ്റിൽ ഈ സ്പോട്ടിൽ വീഡിയോ എന്നിട്ട് റീലിട്. അത് കണ്ട് നിങ്ങളെ പിന്തുടർന്ന് വരുന്ന പുതിയ പെർഫോമേഴ്സിനും അത് വലിയൊരു പ്രചോദനമാവും. അതിനോടൊപ്പം ഈ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൽ നിങ്ങൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പഴയതിനെക്കാട്ടിലും കുറച്ചുകൂടെ കമ്മിറ്റ്മെൻറ്റോടുകൂടി ഈ ഒരു ആർട്ട് ഫോമിനെ കാണാനും തുടങ്ങും. അതിലൂടെ വലിയൊരു വിഭാഗം പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി ഭാവിയിൽ വരാനിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവാനിരിക്കുന്ന സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് നമുക്ക് ഇപ്പോഴേ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ മൊമെൻറ്റിൽ ഡു ഇറ്റ് റൈറ്റ് നൗ. വലിയ മാറ്റങ്ങളുടെ ശബ്ദമാവാൻ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോയി അപ്ലൈ ചെയ്യും. താങ്ക് യു സോ മച്ച് ഗൈസ്, ഇത്രയും നേരം കണ്ടിരുന്നതിന്. ഇത് കാണുന്ന എല്ലാ പെർഫോമേഴ്സിനും മികച്ച രീതിയിൽ ആൾക്കാരുടെ മാനസിക ഉല്ലാസത്തിനായിട്ട്
ഉപയോഗിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും ഒരുപാട് ഷോസും ഒരുപാട് വലിയ വലിയ വെന്യൂസും എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ ഇന്നത് മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു കാര്യം എൻ്റെ അറിവിലേക്ക് എത്തിച്ച് ആദ്യം മുതൽ തന്നെ സപ്പോർട്ട് തന്ന ഒരുപാട് മാജിക് രംഗത്തെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, മജീഷ്യൻസ് ഉണ്ട്, അതുപോലെ എൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതുപോലെ ഹിപ്നോട്ടിസം പെർഫോമേഴ്സ് ഉണ്ട്, മെൻ്റലിസ്റ്റുകളുണ്ട്. അപ്പോൾ ഇത്രയും നാളെ കൂടെ നിന്ന് ഈ ഒരു ഡിസ്കഷൻ, ഈ ഒരു അവയർനെസ് വീഡിയോ ഈ പറഞ്ഞ പോലെ എല്ലാവരിലേക്കും എത്തിക്കാൻ സഹായിച്ചത് നിങ്ങളുടെ കൂടെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. അവരോട് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു ആൻഡ് എല്ലാവരോടും സ്നേഹം. അപ്പോൾ നമുക്ക് എന്തായാലും സീക്രട്ട് ലെറ്ററിൽ വെച്ച് കാണാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കും കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സീക്രട്ട് ലെറ്ററിൻ്റെ തിരക്കായതുകൊണ്ടാണ്. അപ്പം പറ്റുന്ന പോലെയൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. സോ വൺസ് അഗൈൻ ദിസ് ഈസ് മെൻ്റലിസ്റ്റ് അനന്തു സൈനിങ് ഔട്ട് വിത്ത് ലോട്ട്സ് ഓഫ് ലവ്.